ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കറിക്കായ ഉണ്ടല്ലോ, പച്ചക്കായ അവിയൽ വെക്കുന്ന ബജി ഉണ്ടാക്കും, അവിയൽ വെക്കും. അങ്ങനത്തെ പച്ചക്കായ വെച്ചിട്ട് നമുക്ക് നല്ല ഒരു സ്നാക്ക് ഉണ്ടാക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പച്ചക്കായ, കറിക്കായ, മുന്തങ്കായ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ എടുത്തത് ഇത് പച്ചക്കായ. ഉപ്പിട്ട് കൊടുത്ത് ഇത് ചെറുതായി അരിഞ്ഞ് ഈ ഉപ്പ് വെള്ളത്തിലൊന്ന് കഴുകി കറ കളഞ്ഞ് എടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ടിട്ട് ഇത് വേകാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായി ഉടച്ചെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഞാനിവിടെ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വലിയ ജീരകം, ചാറ്റ് മസാല, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് പുതിന ഇല, മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ പുതിന ഇല ഉള്ളത് കൊണ്ടും ഇതിൻ്റെ മണമൊക്കെ ഇഷ്ടമായതുകൊണ്ടും ചേർക്കുന്നതാണ്. ഇത് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. കൂടെ തന്നെ ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വരാം. ഇതെല്ലാം വെവ്വേറെയായിട്ട് കുഴച്ചു. ഇനി നമുക്ക് ഇതൊന്ന് കുഴഞ്ഞു പിടിച്ച് കിട്ടാൻ വേണ്ടിയുള്ള മൈദ ഇതിൽ ചേർക്കാം. ഈ മൈദയും കുറച്ച് വെജിറ്റബിൾസും, പച്ചക്കായ വേവിച്ചപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഇതിനാവശ്യമായ മാത്രം ഉപ്പ് 2 തുള്ളി വെള്ളത്തിൽ അലിയിച്ച് ഇതിൽ മിക്സാക്കി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് കുഴഞ്ഞു പിടിക്കാൻ വേണ്ടി നമുക്ക് കയ്യിലറിയാൻ പറ്റുമല്ലോ, ഒരു പാകത്തിന് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ, കുരുമുളക് ഞാൻ ചതച്ച് എടുത്തതാണ്. ഇതൊന്ന് മിക്സ് ആക്കാം. പൊടി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പാചകം ചെയ്യുമ്പോൾ ആ കുരുമുളകൊക്കെ സ്കിപ്പ് ചെയ്യാം. മുതിർന്നവർക്കാകുമ്പോൾ അതൊക്കെ ഇഷ്ടമാകുമല്ലോ. സോസോ എന്തേലും കൂട്ടി കഴിക്കാം, ഇല്ലെങ്കിൽ വെറുതെയും കഴിക്കാം. കട്ടൻ ചായയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ
കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെച്ചിട്ട് നമ്മൾ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ബജി, വേറെ പലതരം സ്നാക്കുകൾ, ഉപ്പേരി, കൊണ്ടാട്ടം പലതും ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാവും.